ഞാൻ അരമണിക്കൂറായി ഈ ജ്യൂസിന് വെയിറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മളെ പുച്ഛിച്ച് തള്ളേണ്ട സംവിധാനമാണ്. അതുകൊണ്ട് നമുക്കത് പുച്ഛിച്ച് തള്ളാം. എല്ലാവരും അവരവരെ അവകാശങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കും. അത്രേ പറയാനുള്ളൂ. ഒരു ദിവസം 200 പ്രാവശ്യമാണ് കറണ്ട് പോകുന്നു. ടി വി കത്തിപ്പോയി. ഒന്നും ഒരു ആപ്പിൾ ജ്യൂസ് അടിക്കാൻ 3 മണിക്കൂർ എടുത്തിട്ട് കഷ്ടിച്ചടിച്ചു. പാലിൻ്റെ തണുപ്പെല്ലാം പോയിട്ട് കിട്ടി. ഞാൻ പാല് കേടുവന്നതിനൊന്നും തന്നെ പറയാൻ പറ്റൂല. സഹിച്ചേ പറ്റൂ. ടാക്സ് അടക്കാം, കറണ്ട് ചാർജ് അടക്കാം, എല്ലാം കൃത്യമായിട്ട് അടക്കാം. വോൾട്ടേജ് ഒന്നും ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല വീഡിയോന്. ഒരു ജ്യൂസ് അടിക്കാനില്ല മൂടേ പോയി. അപ്പം ഏതായാലും ഇതെല്ലാം പറിച്ച സ്ഥിതിക്ക് ഇത് മുഴുപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ പോയാൽ പോയി. പിന്നെ അപ്പോൾ ഞാൻ പുതിയൊരു ജ്യൂസർ പരിചയപ്പെടുത്തിയില്ലേ ഷോർട്സിൽ. അപ്പം അതിപ്പോൾ പിന്നെ ഒരു പ്ലാസ്റ്റിക് സ്മെല്ല്. കുറച്ച് കഴിഞ്ഞിട്ട് അത് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു തൃപ്തി കിട്ടും. എല്ലാറ്റിൻ്റെയും അടിസ്ഥാന കാര്യം തൃപ്തിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ചെയ്യുന്നതല്ല, കുടിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇതാണ്. എനിക്ക് എപ്പോഴും ഇതിൻ്റെ പേരങ്ങ് മറക്കും. അതിലേക്ക് വരാം. ചെറുള. അതിൽ ഈ ചെറുളക്കൊരു വെള്ള തരിതരി പൂവുണ്ട്, ഇലയുമുണ്ട്. ഏറ്റവും നല്ലതും മൂത്തതും ഇതാണ്. ഒരു തരം ചകരി പോലെ ഉണ്ടാവും. അരഞ്ഞാൽ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അരയൂല. ഒന്നിങ്ങനെ ചെറിയ ജാറിലാണ് നല്ലത്. ഇവിടെ ചെറിയ ജാറ് അത്ര ഉപയോഗിക്കാൻ പറ്റുന്നില്ല, മിക്സിയിലെ മാറ്റാനായി. അപ്പോൾ ചെറിയ ജാറ് പറ്റൂല. അതുകൊണ്ട് ഞാൻ വലിയ ജാറ് തന്നെ എടുത്തിരിക്കുന്നത്. വലിയ ജാറിലിട്ടു. ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പറിക്കാൻ പോകുമ്പോൾ ആ വീഡിയോയിൽ കണ്ട പോലെ ഇല്ലതല്ലല്ലോ എന്ന് തോന്നണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ചെറുപ്പക്കരിയാണ് ഇത്. മറ്റേത് മുത്തശ്ശി, ഇതതിൻ്റെ ചെറുത്. സംഭവം ഒന്ന് തന്നെ. അത് മൂത്തതും ഇതളയതും, അത്രേ ഇല്ലൂ. അപ്പം നിങ്ങൾ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ട, ഒന്ന് പൂവോട് കൂടിയതും ഒന്ന് തളിരും. അപ്പം വിചാരിക്കൂലേ ഇവള് പറഞ്ഞത് ഇതല്ലല്ലോ, അങ്ങനെ വിചാരിക്കരുത്. അടുത്തത് മഞ്ഞളും ആള് പറിക്കേണ്ട സമയമല്ലാന്ന് തോന്നല്ലേ എനിക്ക്. ശരിക്കും അറിയില്ല. നല്ല അടിപൊളി പച്ചമഞ്ഞളാണ്, ആയിട്ടില്ല. അപ്പം നിങ്ങൾ ഈ സമയത്ത് കിട്ടണമെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പേ ശരണം. അപ്പം അതൊരു പീസ് ഇട്ടു. ഇനി നല്ല കൃഷ്ണ തുളസി, കറുപ്പ് തണ്ടിൽ ഈ പൂവോട് കൂടിയ തുളസി, അടിപൊളി തുളസി. ഇനി ഒരു എതള് കറിവേപ്പ്, മീൻസ് നമ്മളൊരു ഇതിങ്ങനെ ചീകെടുത്ത ഒരു കറിവേപ്പിൻ്റെ പീസ്. ഇത് ചീകയൊക്കെ എടുത്ത സമയത്താണ് നേരത്തെ കറണ്ട് പോയത്. അപ്പോൾ ഇതിപ്പോൾ സാധാരണ പോലെ തന്നെ ചെയ്യുവാണേ. ഇനി ഇതിൽ തീരെ നമുക്ക് ഇതെങ്ങനെ കുടിക്കുക അങ്ങനെയില്ല. ചില ആളുണ്ടാവും ഇതിന് ഒരു ദുസ്വാദും ഇല്ല, ഒരു കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത് PCOD, യൂട്രസിൽ ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ, ഏറ്റവും കൂടുതൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ, നമുക്ക് ബ്ലഡിന് ഇതെല്ലാം ഈ തുളസി, കറിവേപ്പ്, പച്ചമഞ്ഞൾ, മറ്റേ ഇതെല്ലാം സൂപ്പർ ഒരു ഈസി, നമുക്കൊരു ബോഡി ഈസി ആക്കി തരുന്നൊരു. ഈ PCOD എന്നെല്ലാം പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എന്തോ ഒരു നമുക്കൊരു ഫിറ്റ്നസ് ഫീൽ ചെയ്യൂല, ഒരു ബോഡി ഒരു ഈസി ആയിട്ട് കിട്ടൂല. അപ്പം ഒരു ഈസി പ്രോസസ്സിന് ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടെന്ന് വെച്ചിട്ട് ആരും ഇത് ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ ഉപയോഗിച്ചിട്ടുമുണ്ട്, കുടിച്ചിട്ടുമുണ്ട്, എനിക്ക് നല്ല കുറവുണ്ട്. ഇത് പറഞ്ഞു തന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ്, ഇപ്പം നല്ല കുറേ മുന്നേ. അപ്പം ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച് ആറിയ വെള്ളം, ജീരകവെള്ളം, അതാണ് ഇതിലേക്ക് കൂട്ടേണ്ടത്. അത് മരുന്നിന് ആവശ്യത്തിന് കൂട്ടാം.
ഇതിപ്പം അധികം ഒഴിച്ചാൽ നമുക്ക് അരക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, പച്ചവെള്ളം ഉപയോഗിക്കേണ്ട, നമുക്ക് ഇത് ചെയ്യാം. ഏത് അരിപ്പയിലിട്ടിട്ടൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം. പിന്നെ മുഴുവൻ സത്തും കിട്ടാൻ. കറണ്ട് പോയാൽ തീർന്നു. ഭയങ്കര കഴിക്കാൻ പറ്റാത്ത തണ്ടുള്ളത് കൊണ്ട് നല്ലോണം അരയണം. അതായത് പിന്നെ എന്താ പറയണ്ടതിന്, ചണ്ടി പോലെ ഇരിക്കും. അത് കുറച്ച് അരയണം. വെള്ളം വേണ്ട. അരഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, ഈ ഒരവസ്ഥയിലുള്ള തരിതരിപ്പ്. അത് പറ്റൂല, തരിതരിപ്പ്. അത് നമുക്കെന്തോ ഒരു ഇത് ഫീൽ ചെയ്യും. ക്ഷമ വേണം. ഇനി വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു പൊടി വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കാം. ഇതെല്ലാവരും കുറേ നാളായി. ഇത് ശരിക്കുമില്ലേ, നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാലേ ഇതറിയൂ. എനിക്ക് ഈ ബ്ലാക്ക് വന്നേരം ഞാനൊന്നും ചെയ്തിട്ടില്ലേ. ഞാൻ ഇതിപ്പോൾ ഒരു ഫൗണ്ടേഷനും കൂടി ഇല്ല, ഒന്നുമില്ല, ലിപ്സ്റ്റിക് ഇല്ല, ഒന്നുമില്ല. അപ്പം നമുക്കൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു, ഞാൻ പറഞ്ഞ തന്നെ ഒരു ഈസി പ്രോസസ്സാണ്. ഇതിനൊരു വല്ലാത്ത പച്ചമരുന്നിൻ്റെ ഒരു കൊതി വരുന്ന സ്മെല്ലുണ്ട്. അത് നമ്മൾ കൊത്തി വരുന്ന സ്മെല്ലാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. രമേ, ഞാൻ ഒന്നും കൂടി ആ മിക്സി ഒന്ന് ഉള്ളു കഴുകൂലേ, നമ്മൾ തേങ്ങ അരച്ചാലും എന്ത് ചെയ്താലും ഇഷ്ടംപോലെ പറമ്പിലില്ല മരുന്നാണ്. എന്നാലും പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പച്ചവെള്ളം തീരെ യൂസ് ചെയ്യേണ്ട, തിളപ്പിച്ച് ആറിയ വെള്ളം. ഞാൻ ഇത് ഈ ജ്യൂസ് അരിക്കുന്ന അരിപ്പലിത അരിച്ചു. ഇനി ഞാൻ ആ പിണ്ടി ഒന്ന് പിഴിഞ്ഞ് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളിപ്പം ഇട്ട സാധനം ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞു. ഇത്രേ പണിയുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഇലയിട്ടത് ഇതാ വെറും പിണ്ടി ഒന്ന് മിക്സിയിലിട്ട് അരിച്ചു. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. സൂപ്പർ എസൻസാണ്. പിന്നെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ കഴിച്ച് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അതിലൊരു വിശ്വാസ്യത ഉണ്ടാവും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു 1/4 ഗ്ലാസ് കുടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കുടിക്കുവാണേ. അത് തന്നെയാണേ. ഞാൻ പിന്നെ ക്യാമറമാനും വുമണൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണ്ട ഒരരപ്പക്ക്. ഞാൻ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു തരിപ്പ്. ഇതിപ്പോൾ അമ്മയും കുടിക്കും, ഞാൻ കുറച്ചും കൂടി കുടിക്കും. ഇതിന് വെക്കൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇത് കണ്ടില്ലേ, അത്ര എസൻസ് വന്നു. നിങ്ങൾ എന്തായാലും, ഞാൻ PCOD-ക്കാരെ ഈ വീഡിയോയിലേക്ക് വിളിക്കുന്നു. PCOD-ക്കാരെയും ഈ മുഖത്ത് പാടുള്ളവരെല്ലാം ഈ സ്പെഷ്യൽ ജ്യൂസിലേക്ക് ഞാൻ വിളിക്കുന്നു.
ഒരാളും കഴിക്കണം എന്ന നിർബന്ധമില്ല. ഇത് എൻ്റെ അനുഭവം ഞാൻ പറയുന്നു. ഇത് ബിസിനസ്സല്ല, ഒന്നുമില്ല, ആവശ്യമുള്ളവർക്ക് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ജ്യൂസ്. തുളസി, കറിവേപ്പ്, നേരത്തെ പറഞ്ഞത് പച്ചമഞ്ഞൾ. പിന്നെ ഒന്നും അധികം നല്ലതല്ല, തുളസി ഭയങ്കര ചൂടാണ്. ഒരു തല തുളസി മതി. അത് ആ കറുപ്പെടുക്കാൻ തന്നെ നോക്കണം. അതേപോലെ ഒരു വിരലിൻ്റെ പകുതിയോളമുള്ളൊരു പച്ചമഞ്ഞൾ. പിന്നെ മറ്റേ തണ്ട്, ചെറുളത്തണ്ട് ഒരു ഇത്രയുള്ള പീസ് അരിയോടുകൂടി. എല്ലായിടത്തും ഉണ്ടാവും, വേറെ വല്ല കാടൊന്നും പറിക്കരുത്. നെറ്റിൽ സെർച്ച് ചെയ്താൽ വീഡിയോയിൽ അത് ചിത്രം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അതന്നെ എടുക്കാം. കറിവേപ്പ്. ഇനി പിന്നെ എന്തെങ്കിലും ചിലയാൾക്ക് ചില ടേസ്റ്റിനോട് ഇഷ്ടമുണ്ടാവില്ല, വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ പിഴിയുക, ഒരു നുള്ളു ഉപ്പ് ഇടാം, വേറൊരു ടേസ്റ്റായി. ചെറുനാരങ്ങ ആകുമ്പോൾ ഒന്നും വയറ്റിന് കേടില്ല, ഉപ്പാകുമ്പോൾ ആ ഒരു രസമായി. അപ്പം അതാണ് നമ്മളെ സ്പെഷ്യൽ പച്ച ജ്യൂസ്. സൂപ്പർ ഈ സാധനത്തിൻ്റെ ഗുണം ഞാൻ മംഗലാപുരം വരെ പോയി സ്കാൻ ചെയ്ത് ഞാനിനി അനുഭവിക്കാനൊന്നുമില്ല. വലിയ വിലേൻ്റെ ഗുളിക, അതൊരു 40 കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ 40 കഴിഞ്ഞവരെല്ലാം ഞാൻ വെൽക്കം ചെയ്യുന്നു ഈ ഡ്രിങ്ക്സിലേക്ക്. ഡൺ. നിങ്ങൾ കഴിക്കുക, കമൻറ്റ് പറയാം എന്താണ് മാറ്റമെന്ന്. അതേപോലെ തന്നെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരിക, മാക്സിമം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നാളെ വേറൊരു വീഡിയോ കാണാം.